ഞാൻ ഒരു രണ്ടിലെയും പാട്ടുമായി വരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ മരിച്ചുപോയ ആൾക്കാരെ പറ്റി എല്ലാവരും ഓർക്കാറുണ്ട് അല്ലേ? ചിലർ ഓർക്കില്ല കേട്ടോ, അവർക്കൊന്നും പ്രശ്നമില്ല. നമ്മുടെ അപ്പം മരിച്ചാൽ എന്താ, അമ്മ മരിച്ചാൽ എന്താ, സഹോദരിമാർ മരിച്ചാൽ എന്താ, ആർക്കും അത് ചിന്തിക്കില്ല. പക്ഷെ നമുക്കും നാളെ അത് തന്നെയാണ്, നമുക്കും മരണം ഉണ്ടെന്നുള്ള ചിന്ത ആർക്കും ഇല്ല. അപ്പം നമ്മുടെ മരിച്ചവരെ പറ്റി നമ്മൾ ഒരു നിമിഷമെങ്കിലും അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും ആ ബോഡി എപ്പോഴാണ് മറവ് ചെയ്യുന്നത്, കൊണ്ടുപോയില്ലല്ലോ, ബോഡി കൊണ്ടുപോയില്ല എന്നാ ചോദിക്കുക. ഈ പറഞ്ഞ ഞാനാണേലും എത്ര വലിയ കഥാപാത്രമാണേലും അപ്പം മരിച്ചു കഴിയുമ്പോൾ ചോദിക്കും ആ ബോഡി, ശവം കൊണ്ടുപോയില്ലേ, ബോഡി. ആ മനുഷ്യൻ മരിച്ചാൽ തീർന്നു, അതോടുകൂടി തീർന്നു. എത്ര ഉണ്ടാക്കിയാലും എത്ര ഓടിയാലും. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക. ഓരോ പണം ഉണ്ടാക്കാൻ വേണ്ടി വാരി വലിച്ച് കൂട്ടാൻ വേണ്ടി ഓടുന്ന ആൾക്കാരുണ്ട്. അവരവരുടെ ജീവിതത്തെപ്പറ്റി അല്പം പോലും ചിന്തിക്കാതെ കണ്ട് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഓടും. പക്ഷേ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക, നല്ല ഐസ്ക്രീം തിന്നുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നല്ല രീതിയിൽ എല്ലാവരും നല്ലത് പ്രവർത്തിച്ച് നന്മ ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ട്, പൊന്നു എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ, അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കർക്കിടകം, തിന്നാനും കുടിക്കാനുമില്ലാത്ത കാലം, നീ